ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങും. എന്നുവെച്ചാൽ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാം. അത് അല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അവിടെ നിങ്ങൾക്ക് എന്താണ് മെസ്സേജസ് എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പൊ ലിബ്ര, നിങ്ങളുടെ ഡിസംബർ മാസത്തിന്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബറുടെ 6 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 7 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ കറണ്ട് ഡിസംബർ എനർജി പേജ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഡിസംബർ മാസത്തിന്റെ 4 ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് 6 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഹിഡൻ സർപ്രൈസ് ഫാക്ടർ ഡിസംബറുടെ ആണ് 3 ഓഫ് പെന്റക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യും. അപ്പോൾ ലീബ്ര, ഇവിടെ ഞാൻ കാണുന്നത് 6 ഓഫ് പെന്റക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 6 ഓഫ് പെന്റക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഇവിടെ ഒരു പേഴ്സൺ കുറെ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൺ എടുക്കണേ ഉള്ളൂ. ആ എഫേർട്ട് റിസീവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഒന്നുമില്ല. അപ്പോൾ ഇത് ഒരു ഇംബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആവാം. അതല്ല ഒരു ഇംബാലൻസ്ഡ് വർക്ക് ലൈഫ് ആയിരിക്കാം. എന്നുവെച്ചാൽ നിങ്ങൾ കുറെ എഫേർട്ട് ജോബിൽ ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിവാർഡ് കിട്ടണില്ല, അല്ലെ ബോണസ് ഇല്ല, ഇത് പ്രൊമോഷൻ ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഈ 6 ഓഫ് പെന്റക്കിൾസ് നമ്മൾക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോർഡ്സ് ഇവിടെ ഉണ്ട്, ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പോൾ പറഞ്ഞ മാതിരി ഇത് ഏത് ഏരിയ ഓഫ് ലൈഫും ആവാം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലാവാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാവാം, നിങ്ങളുടെ ഫാമിലിയുടെ ഇടയ്ക്കാവാം. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ കുറെ ഒരു ഇമ്പൾസീവ് എനർജിയിലാണ്. പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ഈ നൈറ്റ് ഓഫ് സോർഡ്സ്, പക്ഷെ ഇതൊരു ക്വിക്ക് മൂവിങ് ഓപ്പർച്യൂണിറ്റി ആണ്. ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ് ഒരു കുറെ ഫേം ആയ പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ ഇത് രണ്ടും ഡിഫറെന്റ് എനർജീസ് ആണ്, പക്ഷെ എക്വേരിയസ്, ലീബ്ര, ജെമിനായി സൈൻസ് തന്നെയാണ് ഇത്. അപ്പോൾ മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ അവര് കുറച്ചൊരു ഇമ്പൾസീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ആരോ നിങ്ങൾക്ക് എന്തോ ഹെൽപ്പ് ചെയ്യാൻ വരണ മാതിരി, ഒരു ഇല്ലച്ച ഒരു ഗിഫ്റ്റ് തരണ എനർജി, അങ്ങനെയും ആവാം. ഓക്കെ, 9 ഓഫ് സോർഡ്സ്. ഇവിടെ കുറെ ആങ്സൈറ്റിയും ഉണ്ട് നിങ്ങൾക്ക് ഈ മാസം. അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ നോക്കാം എന്തുകൊണ്ടാണ് ഈ കാർഡ്സ് ഇവിടെ വന്നിരിക്കണെന്ന്. അപ്പൊ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ഞാൻ കാണുന്നത് ചില ചാലഞ്ചസ് ആണ്, ചില ബ്ലോക്സ്. ഈ ബ്ലോക്സ് എന്താണ്? ഈ 7 ഓഫ് വാൻഡ്സ് എനർജി എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ, ആൻഡ് ഏസ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്തോ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു, ചില ബ്ലോക്സ് ഉണ്ടായിരുന്നു. ഇത് കരിയറിലാവാം, പേഴ്സണൽ ലൈഫിലാവാം. പക്ഷെ ആ ബ്ലോക്സ് ഒക്കെ മാറാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്തോ ഒരു ചേഞ്ച് വരാൻ തുടങ്ങി നിങ്ങളുടെ ലൈഫിൽ, പോസിറ്റീവ് ചേഞ്ച്. ആൻഡ് ഞാൻ കാണുന്നത് എന്തോ ഒരു പുതിയ ബിഗിനിങ്ങും ഇവിടെ കാണാനുണ്ട്. അപ്പോൾ അഗൈൻ ഇതൊരു പുതിയ ഓഫർ ആയിരിക്കാം, ഫിനാൻഷ്യൽ ഓഫർ ആയിരിക്കാം, പുതിയ ജോലി ആയിരിക്കാം. മേ ബി നിങ്ങൾ പാസ്റ്റിൽ എന്തോ ഒരു പുതിയതായി ജോലി ജോയിൻ ചെയ്തു, ഇല്ലാച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടായി. അപ്പോൾ ഇവിടെ കറണ്ട് എനർജിയിൽ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്.
അപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസും ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ന്യൂ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? പേജ് ഓഫ് സോഡ്സ്. ഇത് നിങ്ങൾ എന്തോ റീസേർച്ച് ചെയ്യണ മാതിരി ഒരു എനർജി. കുറേ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ഏതോ ഒരു സബ്ജക്റ്റിൽ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, കുറേ റീസേർച്ച് ചെയ്യണു. ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ അവരെ അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണു. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലും ആവാം. അപ്പോൾ മേ ബി ആൻഡ് ഇതൊരു ഹിഡൻ കാര്യമാണ് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും ഇത് പറയൂല. അപ്പോൾ രണ്ട് കാര്യങ്ങളാവാം. ഒന്ന്, ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ എന്തോ പാസ്റ്റിലൊരു പുതിയ ബിഗിനിങ് ഉണ്ടായി, ഈ പേഴ്സൺ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് എല്ലാം തുറന്നു പറഞ്ഞു, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, ആൻഡ് ഇവിടെ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട് കറണ്ട് എനർജിയിൽ. പക്ഷെ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു പുതിയ സ്റ്റേജിലാണ്, ഒരു ന്യൂ ബിഗിനിങ് റിലേഷൻഷിപ്പിൻ്റെ ആവുമ്പോൾ നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ലൈക്സ് ഡിസ്ലൈക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യണു. എന്താണ് ഈ പേഴ്സണ് ഇഷ്ടം, അത് അവരുടെ പാസ്റ്റ്, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ്, അതൊക്കെ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. പക്ഷെ ഇതൊരു ഹിഡൻ കാര്യമാണ് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു സീക്രട്ട് മാതിരി ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അതല്ല വെച്ചാൽ ഇതൊരു ജോലിയുടെ കാര്യമാണ് വെച്ചാൽ ചാലഞ്ചസ് നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു പുതിയ ഓഫർ വന്നു, നിങ്ങൾ ആ പുതിയ ഓഫർ എടുത്തു. ഇപ്പോൾ നിങ്ങൾ അതിനെ ആ ജോലിയിൽ കൂടുതൽ റിസർച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കണു, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണു. ഇതൊരു അത്ര എക്സ്പീരിയൻസ്ഡ് ഇല്ല കാര്യമായിരിക്കില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏരിയ ഓഫ് വർക്കിൽ അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് അതിനെ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾ ഓൺലൈൻ നോക്കുന്നുണ്ടാവും, ഇല്ല വെച്ചാൽ എന്തെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അതുമാവാം. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഇപ്പോൾ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ കുറേ പേജ് എനർജീസ് കാണാണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ കിട്ടും. ഇത് ആദ്യം ഒരു ഓഫറാണ്, ഒരു ഇമോഷണൽ ഓഫറാണ് ഇത്, പക്ഷേ ഇതൊരു ലവ് ഓഫറും ആവാം. അപ്പോൾ ഈ പേജ് ഓഫ് കപ്സ് എന്താണ്? ഹാങ്ഡ് മാൻ, പൈസീസ് എനർജി ആൻഡ് ഫോർ ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഒരു ലവ് ഓഫർ ഉണ്ട്, പക്ഷെ നിങ്ങൾ എന്തോ കാരണം കൊണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ആണ് എടുക്കണം. നിങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യണില്ല, നിങ്ങൾക്ക് കുറച്ച് സമയം വേണം ഹീൽ ചെയ്യാൻ. അപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയില്ല ഇവിടെ. എന്നുവെച്ചാൽ ഇവിടെ എല്ലാം പെർഫെക്റ്റായി മുമ്പോട്ട് പോണ്ടായിരുന്നു. പക്ഷെ ഈ ഫ്യൂച്ചർ ആവുമ്പോഴേക്കും എന്തോ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളും ആരുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആയിരിക്കാം, ഓറൽസ് മേ ബി അത് വർക്കൗട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണേ, അതും ആവാം. പക്ഷെ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ റഷ് ചെയ്യണില്ല. മേ ബി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി റിലേഷൻഷിപ്പ് ആയിരിക്കില്ല പ്രയോറിറ്റി. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ കുറച്ചുകൂടിയും ട്രാവൽ ചെയ്യണം, നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കുറച്ചൊരു ബ്രേക്ക് എടുക്കണത്. ഇവിടെ ഒരു ഏരീസ് എനർജി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളൊരു പുതിയ ജോലിക്ക് വേറെ സിറ്റി സ്റ്റേറ്റിൽ പോകുന്നുണ്ടാവും, അങ്ങനെയും ആവാം. ഇല്ലേച്ചാൽ പഠിപ്പിന് വേണ്ടിയിട്ട് പുതിയ ഒരു കൺട്രിയിൽ, വേറെ ഒരു കൺട്രിയിലായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളൊരു ബ്രേക്ക് എടുക്കണം ഒരു ലവ് റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് പറയണില്ല, കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസും ആവാം. മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടിയും സേവിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കുറേ ഓവർ സ്പെൻഡിങ് ഉണ്ടാവും ഈ മാസം. പേജ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ ആൻഡ് സ്റ്റാർ. അപ്പം നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്, അത് നിങ്ങളുടെ വിഷായിരുന്നു. പക്ഷെ ആ ബിഗിനിങ് വരുമ്പോഴേക്കും നിങ്ങൾ കുറച്ചൊരു പിന്മാറി പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾ അതിനെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യണില്ല, നിങ്ങൾ 100% അതിനെ ആക്സെപ്റ്റ് ചെയ്യണില്ല. എന്തോ ആ പുതിയ ബിഗിനിങ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണില്ല. 6 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് പറയണത്. ഓക്കെ, എന്നുവെച്ചാൽ എന്തോ കാര്യം കൊണ്ട് നിങ്ങൾ പിൻവരാണ് ചെയ്യണേ. നിങ്ങൾ ആക്ച്വലി 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ്സ് ആണ് എടുക്കണത്. അതുകൊണ്ട് യൂണിവേഴ്സ് പറയണത് മുമ്പോട്ട് പോവാ, മുമ്പോട്ട് സ്റ്റെബിലിറ്റി ഉണ്ട്, പുതിയ ബിഗിനിങ്ങിലേക്ക് പോവാ, അവിടെയാണ് നിങ്ങളുടെ സ്റ്റെബിലിറ്റി ഉള്ളത്.
നിങ്ങൾക്ക് വേണമെച്ചാൽ സമയമെടുക്കാം. ആ ട്രാൻസിഷൻ ആവാൻ കുറച്ച് സമയമെടുക്കും, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ അതിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര സമയം വേണ്ട വെച്ചാൽ നിങ്ങൾ എടുത്തോളോ. പക്ഷെ മുമ്പോട്ട് പോവാം. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ നിങ്ങൾ വിട്ടിരിക്കണു, നിങ്ങൾ എന്തോ ഒരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കണു. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ വേണ്ട മാതിരി തന്നെയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പ്രേ ചെയ്ത മാതിരി തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരണത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണം, അത് ഇത് പറഞ്ഞാൽ എംബ്രേസ് ചെയ്യണം. അത് വരുമ്പോൾ നിങ്ങൾ അതിനെ റിജക്റ്റ് ആണ് ചെയ്യണത്, ഓറൽസ് നിങ്ങൾ വേറെ ഡയറക്ഷനിലേക്കാണ് പോണത്. ആൻഡ് ഈ കാര്യങ്ങൾ ആണ് നിങ്ങൾ പ്രേ ചെയ്തിരിക്കണേ, ഇത് ഉണ്ടാവണം എന്ന് നിങ്ങൾ കുറെ പ്രേ ചെയ്തിരിക്കണു. പക്ഷെ അത് വരുമ്പോഴേക്കും നിങ്ങൾ മനസ്സ് മാറ്റി. ഓക്കെ, അപ്പോൾ 3 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. കിങ് ഓഫ് കപ്സ്, സ്കോർപിയോ എനർജി, ആൻഡ് ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഒരു സ്കോർപിയോ ആയിരിക്കും ഇവിടെ സിഗ്നിഫിക്കൻറ്റ്. പക്ഷെ നിങ്ങൾ, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ തന്നെ ബ്ലെസ്സിങ്സിനെ സെൽഫ് സാബോട്ടാജ് ആണ് ചെയ്യണത്. അപ്പോൾ അത് സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണ്? ഔട്ട്കം നിങ്ങൾക്ക് 6 ഓഫ് വാൻഡ്സ് ആണ്. 6 ഓഫ് വാൻഡ്സ് സക്സസിന്റെ എനർജിയാണ്, ഫോർവേഡ് മൂവ്മെന്റ് എനർജിയാണ്, കുറെ ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ട് ചെയ്യണ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ്, കുറെ സക്സസ് ഉണ്ട്, കുറെ അബണ്ടൻസ് ഉണ്ട്, കുറെ സ്പോട്ട് ലൈറ്റിൽ ഉണ്ടാവുന്ന എനർജിയാണ് നിങ്ങളുടെ. അപ്പോൾ കുറെ ആൾക്കാർ നിങ്ങളെ നോട്ടീസ് ചെയ്യും, നിങ്ങൾ കുറെ ഫേമസ് പോപ്പുലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ 5 ഓഫ് കപ്സ് ഉണ്ടായതുകൊണ്ട് അതൊരു ഡിസപ്പോയിൻമെന്റ് എനർജിയാണ്. 5 ഓഫ് കപ്സ് നിങ്ങൾ എപ്പോഴും പാസ്റ്റിന്റെ കാര്യം ഓർത്തിട്ട് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവണു, പാസ്റ്റിന്റെ എന്തോ കാര്യം മിസ് ഔട്ടായി അതന്നെ വിചാരിച്ച് ഇരിക്കുമ്പോൾ നിങ്ങളുടെ കറണ്ട് ബ്ലെസ്സിങ്സും മിസ് ഔട്ട് ആവണു. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണേ. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, എംബ്രേസ് ചെയ്യുക. പാസ്റ്റിൽ ഉണ്ടായ കാര്യങ്ങൾ പാസ്റ്റിൽ ഇരുന്നോട്ടെ, അതിനെ ഇപ്പോൾ ഓർത്തിട്ട് ഇപ്പോൾ കാര്യമില്ല. ഓക്കെ, മുമ്പോട്ട് പോവുക, ഗോ അഹെഡ്, ഡോണ്ട് ഗോ ബാക്ക്വേർഡ്സ്, അതാണ് ഇവിടെ മെസ്സേജ്. അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ഏരീസ്, അക്വേരിയസ്, സ്പൈസീസ്, സ്കോർപിയോ, ക്യാൻസർ, പിന്നെ അക്വേരിയസ്, ലീബ്ര, ജെമിനയും കുറെ സ്ട്രോങ് ആയിട്ടുണ്ട്, ലിയോ ഉണ്ട്, ഓക്കെ, കാപ്രിക്കോൺ ഉണ്ട്. അപ്പോൾ കുറെ സൈൻസ് ഇവിടെ കാണാണ്ട്. നിങ്ങളുടെ എന്താണ് ഒറക്കിൾ കാർഡ്സ് പറയണത് മെസ്സേജ്? ഇവിടെ ഗോൾഡ് കുറെ കളർ ഇവിടെ കുറെ സിഗ്നിഫിക്കൻ്റ് ആവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. പാഷൻ, എപ്പിഫനി, എന്റർപ്രനർ, ഡ്രിവൻ. അപ്പോൾ പാഷൻ, നിങ്ങളുടെ പാഷനെ ആദ്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക, കാര്യങ്ങൾ പാഷനറ്റായി ചെയ്യുക. എപ്പിഫനി, ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ഐഡിയ അത് ഉണ്ടാച്ചാൽ അതിനെ ഫോളോ ചെയ്യുക. ഓൺടർപ്രനർഷിപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള നല്ല സമയമാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം എന്നുണ്ടാച്ചാൽ ഈ മാസം അതിന് വേണ്ടിയിട്ട് കുറെ പോസിറ്റീവ് ആണ്. ആൻഡ് ഡ്രിവൻ പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻസ്, നിങ്ങളുടെ ഗോൾസിനൊക്കെ വിതൗട്ട് ഹെസിറ്റേഷൻ ഫോളോ ചെയ്യാം, പേടിക്കാണ്ട് മുമ്പോട്ട് പോവുക, അതാണ് ഇവിടെ മെസ്സേജ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായി റീഡിങ് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ചാനലിനെ ഫോളോ ചെയ്യണം, മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനലിൻ്റെ മെമ്പറും ആവാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.